തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, അനിത കാർ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. ലൈസൻസ് കിട്ടിയിട്ട് അധികം നാളായില്ല. വണ്ടി ഓടിച്ച് അത്ര എക്സ്പീരിയൻസും ഇല്ല. എങ്കിലും ഒരു ധൈര്യത്തിനും പിന്നെ വണ്ടി ഓടിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തും കാർ ഓടിച്ചങ്ങ് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കാറ് ചോദിച്ചപ്പോൾ ഭർത്താവ് ഡാനി അത്ര സമ്മതത്തോടെ അല്ല കാറ് കൊടുത്തത്. അത് വേണോ, നീ ഒറ്റയ്ക്ക് പോണോ എന്നൊക്കെ പലവട്ടം ചോദിച്ചു. നിർബന്ധം കൊണ്ടാണ് കാറ് കൊടുത്തു വിട്ടത്. പേടിച്ച് കാർ ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് വഴി തെറ്റിപ്പോവുകയും നല്ല തിരക്കുള്ളൊരു റോട്ടിൽ പ്രവേശിക്കുകയും ചെയ്തു. ആകെ കൂടെ ഒരു വെപ്രാളം. അങ്ങനെ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ അറിയാതെ മുന്നിലുള്ള ഒരു കാറിൽ പോയി ഇടിക്കുകയും ചെയ്തു. പിന്നെ അനധിക്ക് കണ്ണ് കാണാൻ പാടില്ലാത്ത പോലെയായി, ടെൻഷനായി. പുറകിൽ നിന്നും സൈഡിൽ നിന്നുമൊക്കെ ആളുകൾ വിളിക്കുകയും ഹോണടികളും എല്ലാം കേട്ട് സുബോധത്തിലേക്ക് വന്നപ്പോഴാണ് അനിത അറിയുന്നത് എല്ലാവരും തനിക്ക് ചുറ്റുമുണ്ട്. പിന്നെ ഡോറ് തുറന്ന് വന്ന പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. മുന്നിലുള്ള കാറിൻ്റെ ഡ്രൈവറിൻ്റെ അടുത്ത് എന്ന് കൈകൂപ്പി പറഞ്ഞു, സോറി, എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ അവരെല്ലാവരും കൂടി ഇടപെട്ട് കാറ് സൈഡിലേക്ക് ഒതുക്കി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒറിജിനൽ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മറ്റൊരു ടാക്സി പിടിച്ച് അനിത വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിലെല്ലാം അനിതയുടെ ഉള്ളിൽ ഭർത്താവിനോട് ഇതെങ്ങനെ പറയും, ഇതെങ്ങനെയായിരിക്കും ഡാനി സ്വീകരിക്കാൻ പോകുന്നത്, ആകെ കൂടെ ഒരു ടെൻഷനായിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വീട്ടിൽ ചെന്നു. ഡോറ് തുറക്കാനായിട്ട് ചാവി എടുക്കുമ്പോഴാണ് ഡോറിൽ ഒരു ലെറ്റർ പതിപ്പിച്ചിരിക്കുന്നു. ആദ്യം വിചാരിച്ചു എടുക്കണ്ട, എന്നാൽ വീണ്ടും തോന്നി അതൊന്ന് എടുക്കണമെന്ന്. അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രിയമുള്ള അനിത, ഞാൻ നിന്നേക്കാൾ കൂടുതലല്ല കാറിനെ സ്നേഹിക്കുന്നത്. കാറ് രണ്ടാമതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. കാറിന് പറ്റിയത് സാരമില്ല, നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതെനിക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. നീ വിഷമിക്കണ്ട, ഞാനെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. നീ ശാന്തമായി വീട്ടിലിരുന്നാൽ മതി. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പോൾ അനിതയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പിഴവുകളിൽ അവരോട് കരുണ കാണിക്കുക. അവർക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകും നമ്മളോട്. ചെറിയ ചെറിയ പിഴവുകളെ വലുതാക്കി വീട്ടിൽ എന്തിനാണ് വലിയൊരു കോലാഹലം ഉണ്ടാക്കുന്നത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ കരുണ കാണിച്ചുകൂടെ? അപ്പോൾ കൂടുതൽ അവർ നമ്മളോട് സ്നേഹം കാണിക്കും. നമ്മുടെ ദൈവം, ഗുരു പറഞ്ഞത് അതുതന്നെയല്ലേ? എപ്പോഴും സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പിഴവുകളിൽ കരുണ കാണിക്കുക. അപ്പോൾ അവർ നമ്മളെ കൂടുതൽ സ്നേഹിക്കും. എല്ലാവർക്കും
നന്ദി. നുറുങ്ങുവെട്ടം